നമ്മൾ ഇപ്പോൾ കണ്ട അലാദീൻ്റെ കഥ വിപുലമായ ഒരുപാട് കഥാപാത്രങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മായാജാല യാത്രയായിരുന്നു. അതുപോലെ തന്നെ 2024 ഗാമ കൾച്ചറൽ കമ്മിറ്റി അറ്റ്ലാന്റ മലയാളികളുടെ കഴിവുകളെയും ഊർജത്തെയും സമന്വയിപ്പിച്ച് നടത്തിയ വിവിധങ്ങളായ പരിപാടികൾ വർണ്ണവിസ്മയങ്ങൾ തീർത്ത മായാജാല കാഴ്ചകൾ തന്നെയായിരുന്നു. ഈ യാത്രയുടെ തുടക്കം കുറിച്ചത് 2024 ജനുവരി 1 അതിന്റെ ആദ്യ ഫലം പുറത്തു വന്നത് ഗാമ 2024 ഇനോഗ്രേഷനോടനുബന്ധിച്ച് നടത്തിയ സ്റ്റേജ് ഷോയിലായിരുന്നു. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി 257 പേർ പങ്കെടുത്തതും 2 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടുനിന്ന് പദയാത്ര എന്ന നോൺ സ്റ്റോപ്പ് സ്റ്റേജ് ഷോ കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡിൽ നിന്നും തുടങ്ങി തെക്കേ ജില്ലയായ തിരുവനന്തപുരത്ത് അവസാനിച്ച് ഈ സംഗീത നാട്യനൃത്ത ആവിഷ്കാരം ഏവരെയും ഒരു തവണയെങ്കിലും കേരളം എന്ന മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിച്ചു. പദയാത്രയ്ക്ക് ശേഷം നാം കണ്ടത് ആരവം എന്ന ഓണാഘോഷ പരിപാടിയായിരുന്നു. ഊട്ടുപുരയും തട്ടകവും കൂത്തമ്പലവും ഓണച്ചന്തയും ഗോതയുമായി നിറഞ്ഞു നിന്നൊരോണം. ബാലകലോത്സവവും യുവജനോത്സവവും ഓണക്കളികളും പൂക്കളുമായി കിട്ടുണ്ണി നിറഞ്ഞാടിയൊരോണം. അതിൽ തിലകക്കുറിയായി മാവേലിയുടെ വരവ്. കൊടിയേറ്റ് മുതൽ കൊടിയിറക്കുന്നത് വരെ 60ഓളം വ്യത്യസ്തങ്ങളായ പരിപാടികൾ, 300-ൽ പരം കലാകാരന്മാരും കലാകാരികളും. ഇതെല്ലാം നടന്നത് നോർത്ത് അറ്റ്ലാന്റയിലെ ഏറ്റവും വലിയ പെർഫോമൻസ് സെൻ്ററായ ഫൊക്കാലിൽ. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടന്ന ഈ ഓണാഘോഷ യാത്രയിൽ പങ്കെടുത്തത് 2000-ൽ പരം അറ്റ്ലാന്റ മലയാളികളായിരുന്നു. പദയാത്രയ്ക്കും ആരവത്തിനും ശേഷം ഈ ക്രിസ്മസ് യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അഥവാ ഈ യാത്രയിലായിരിക്കുമ്പോൾ 2024 ഗാമ കൾച്ചറൽ സബ് കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. വ്യത്യസ്തങ്ങളായ മായാജാല കാഴ്ചകളുമായി ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് സഞ്ചരിക്കുന്ന ഈ അവസരത്തിൽ ഒരു പിടി നല്ല ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. 2024 നമ്മൾ കൈമാറിയ ഒത്തൊരുമയും പങ്കിട്ട കഥകളും അവയുടെ മായാജാല കാഴ്ചകളും, ഏറ്റവും ഉപരിയായി ഈ യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതമാകുന്ന യാത്രയിലെ മറ്റൊരു യാത്ര നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിക്ചർ അഭി ഭി ബാക്കി ഹെ ബായ്.